പത്തനംതിട്ട കടമ്മനിട്ടയിൽ 17-കാരിയെ പ്രണയപ്പകയിൽ തീ കൊളുത്തിക്കൊന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കണ്ണുതടവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പ്രതി സജിലിനെയാണ് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. 2017 മുത്തച്ഛന് മുമ്പിൽ വെച്ചാണ് ശാരിക എന്ന പെൺകുട്ടിയെ പ്രതി ചുട്ടുകൊന്നത്. ശാരികയുടെ കുടുംബത്തിന് നീതി കിട്ടിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികരിച്ചു. ജൂലൈ 17 ശാരികയെ പ്രതി സജിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്നത്. അയൽവാസിയായ സജിലിനൊപ്പം പെൺകുട്ടി ഇറങ്ങിച്ചെല്ലാൻ വിസമ്മതിച്ചതിനായിരുന്നു ക്രൂരമായ കൊലപാതകം. പെൺകുട്ടിയുടെ മരണമൊഴിയാണ് കേസിൽ നിർണായകമായത്. കൃത്യത്തിന് ശേഷം പ്രതി സജിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയോടിയത് കണ്ട സാക്ഷിമൊഴികളും പ്രധാനമായിരുന്നു. കൊല നടത്തുമ്പോൾ പ്രതിക്ക് പൊള്ളലേറ്റതും പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാനായി. ജീവപര്യന്തം കഠിന തടവിന് പുറമെ 4 ലക്ഷം രൂപ പിഴയടക്കണമെന്നും കോടതി ഉത്തരവിട്ടു. പിഴത്തുക ശാരികയുടെ കുടുംബത്തിന് നൽകണമെന്നാണ് നിർദ്ദേശം. പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി കിട്ടിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ഹരിശങ്കർ പ്രസാദ് പറഞ്ഞു. മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് നീതി കിട്ടിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി ജീവപര്യന്തം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയുമാണ് പറഞ്ഞിരിക്കുന്നത്. പിഴ ഒടുക്കാത്ത പക്ഷം അത് പ്രതിയുടെ പ്രോപ്പർട്ടിയിൽ നിന്നും ഈടാക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായക സാക്ഷി എന്ന് പറയുന്നത് മരണപ്പെട്ട ശാരികയുടെ മുത്തച്ഛൻ തന്നെയായിരുന്നു. എന്നാൽ ട്രയൽ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളതും തുടർന്ന് അദ്ദേഹത്തെ വിസ്തരിക്കാൻ സാധിക്കാതെ പോയിട്ടുള്ളതുമാണ്. തുടർന്ന് മരണപ്പെട്ട ശാരികയുടെ ഡൈൻ ഡിക്ലറേഷൻ 32(1) എവിഡൻസ് ആക്ട് പ്രകാരമുള്ള മരണമൊഴി അത് സബ് ഇൻസ്പെക്ടറോട് കൊടുത്തത്, അതുപോലെ തന്നെ മജിസ്ട്രേറ്റിനോട് കൊടുത്തതും പെൺകുട്ടിയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ മരണമൊഴി ഉൾപ്പെടെയുള്ളവ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് വെള്ളിയാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി GP ജയകൃഷ്ണനാണ് കേസിൽ വിധി പറഞ്ഞത്. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കിയിൽ വ്യത്യസ്തമായ 2 പോക്സോ കേസുകളിൽ പ്രതികൾക്ക് കോടതി കടുത്ത ശിക്ഷ വിധിച്ചു. 7 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാരനായ പ്രതിക്ക് 21.5 വർഷം കണ്ണുതടവും പിഴയുമാണ് ശിക്ഷ. തൊടുപുഴ പോക്സോ സ്പെഷ്യൽ കോടതിയാണ് കേസിൽ ശിക്ഷ വിധിച്ചത്. കട്ടപ്പനയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 30 വർഷം കണ്ണുതടവും പിഴയുമാണ് ശിക്ഷ. എറണാകുളം പെരുമ്പടപ്പ് സ്വദേശി ഫെനിക്സിനെയാണ് കട്ടപ്പന പോക്സോ കോടതി ശിക്ഷിച്ചത്. വയസ്സുകാരിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലാണ് പ്രതി കരിമണ്ണൂർ സ്വദേശി KC പ്രദീപിനെ 21 വർഷവും 6 മാസം കഠിന തടവിനും 1,35,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. വിവിധ വകുപ്പുകളിലെ ശിക്ഷ ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതിയെന്നതിനാൽ 7 വർഷം കഠിന തടവ് അനുഭവിച്ചാൽ മതി. തൊടുപുഴ പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി ആഷ് കെ ബാലാണ് ശിക്ഷ വിധിച്ചത്. ഇപ്പോൾ കോട്ടയം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിലെ ഡ്രൈവറാണ് പ്രതി. 2020 ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവം. അന്ന് പ്രതി ഇളംദേശം ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിലെ ജീവനക്കാരനായിരുന്നു. കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. എറണാകുളം പെരുമ്പടപ്പ് സ്വദേശി ഫെനിക്സ് എന്ന 40-കാരനെയാണ് കട്ടപ്പന പോക്സോ കോടതി ശിക്ഷിച്ചത്. പോക്സോ വകുപ്പ് പ്രകാരം 20 വർഷത്തെ കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയ്ക്കും IPC പ്രകാരം 10 വർഷത്തെ തടവിനും 30,000 രൂപ പിഴയുമാണ് ശിക്ഷ. പിഴ ഒടുക്കിയില്ലെങ്കിൽ 2.5 വർഷത്തെ കഠിന തടവ് കൂടി അനുഭവിക്കണം. 2014 കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കട്ടപ്പന പോലീസ് ഇൻസ്പെക്ടറായിരുന്ന റെജിയം കുന്നിപ്പറമ്പനാണ് കേസ് അന്വേഷിച്ചത്. കേസിന്റെ വിചാരണ വേളയിൽ ഫെനിക്സ് ഒളിവിലായിരുന്നു. പിന്നീട് മറ്റൊരു കേസിൽ അറസ്റ്റിലായി. ഇതോടെയാണ് വീണ്ടും വിചാരണ തുടങ്ങിയത്. ന്യൂസ് 18 ഇടുക്കി.